ഇനി എന്ത് പൊട്ടിത്തെറിക്കുമെന്ന ഉത്കണ്ഠയിലാണ് ഹിസ്ബുള്ള. ആദ്യം പേജർ, പിന്നാലെ വോക്കി ടോക്കി. ഇതുവരെ കാണാത്ത യുദ്ധതന്ത്രങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള. 3000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലെബനനിൽ ഇന്നലെ വീണ്ടും സ്ഫോടനങ്ങൾ. ഇത്തവണ വോക്കി ടോക്കി സ്ഫോടനങ്ങളാണ് ഉണ്ടായത്. കയ്യിലൊതുങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ ഭീതിയാണ്. ഭീതിയിൽ മൊബൈൽ ഫോണുകൾ വരെ ഉപേക്ഷിക്കുകയാണ് ജനം. ഇസ്രായേലിന്റെ ഗെയിം പ്ലാൻ എന്തായിരിക്കും? ഈ രഹസ്യ നീക്കങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ലോകം നടുങ്ങിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തില്ലെങ്കിലും ഹിസ്ബുള്ള ഇസ്രായേലിന്മേൽ കുറ്റം ചുമത്തുകയും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. ലോകം പേജർ സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിക്കും മുന്നേ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ യുദ്ധമുറ. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് സൗത്ത് ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള അംഗങ്ങളുടെ ശവസംസ്കാര ചടങ്ങിനിടെ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ. ആളുകൾ ചിതറിയോടുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പേജറുകളുടെ കാര്യത്തിൽ വിതരണ ശൃംഖലയിൽ നുഴഞ്ഞു കയറിയാണ് ആക്രമണം നടത്തിയതെന്ന് മിക്കവരും സംശയിക്കുന്നു. ചെറിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ലോടെക് ഉപകരണങ്ങളിൽ ഘടിപ്പിക്കുകയും അത് റേഡിയോ സിഗ്നൽ വഴി പ്രവർത്തനക്ഷമമാക്കിയപ്പോൾ പൊട്ടിത്തെറിച്ചതുമായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി വോക്കി ടോക്കികളുടെ കാര്യം വരുമ്പോൾ കുറച്ച് വിശദാംശങ്ങളെ പുറത്തു വന്നിട്ടുള്ളൂ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക മേഖലയിലുമാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. പേജറുകൾ വാങ്ങിയ അതേ സമയത്താണ് ജപ്പാനിൽ നിന്ന് വോക്കി ടോക്കികളും ഹിസ്ബുള്ള വാങ്ങിയത്. പേജർ ആക്രമണത്തിൽ മരിച്ച 3 ഹിസ്ബുള്ള അംഗങ്ങളുടെയും ഒരു കുട്ടിയുടെയും ഖബറടക്കം നടക്കുന്ന സ്ഥലത്തും സ്ഫോടനമുണ്ടായി. ലെബനീസ് MP അലി അമാറിന്റെ മകൻ മഹദി അമാറിന്റെ ശവസംസ്കാര ചടങ്ങിനിടെയാണ് സ്ഫോടനങ്ങളിലൊന്ന്. ഇന്നലെ സോളാർ ബാറ്ററികളും കാർ ബാറ്ററികളും പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതുവരെ പ്രയോഗിക്കാത്ത പല ശേഷികളും ഇസ്രായേലിന് ഉണ്ടെന്ന് സൈനിക മേധാവി പ്രതികരിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഓപ്പറേഷൻ ആണെന്ന ആരോപണത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങളുടെ ഇരട്ട തരംഗത്തിന്റെ മറ്റൊരു കാരണം ഒരു മനോവീര്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. അതായത് കുറഞ്ഞ അംഗീകാര റേറ്റിംഗുമായി മല്ലിടുന്ന നെതന്യാഹുവിന് ഇതൊരു മനോവീര്യം നൽകുന്നതായി ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ജൂലൈ വരെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തന്റെ രാജ്യക്കാരിൽ നിന്ന് 32% അംഗീകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സ്ഫോടനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ശക്തിപ്പെടുത്തുമെന്നും ഒരു ശക്തനാണെന്ന പ്രതിച്ഛായ പുനഃസ്ഥാപിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. എന്തായാലും ലെബനനിൽ പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയതിനു മുമ്പ് നെതന്യാഹു തന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ നീക്കം ചെയ്യുമോ എന്നതായിരുന്നു ചർച്ച. പ്രത്യേകിച്ച് ഒരു യുദ്ധ വിപുലീകരണം ഗാലന്റ് എതിർത്തിരുന്ന സാഹചര്യത്തിൽ. എന്നിരുന്നാലും ഇപ്പോൾ ശ്രദ്ധ തിരിയുന്നത് യഥാർത്ഥ യുദ്ധത്തിലേക്കാണ്. അതിനെ ചുറ്റുപറ്റിയുള്ള രാഷ്ട്രീയത്തിലേക്കുമല്ല. ഏത് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയും പ്രത്യാക്രമണത്തിന് തങ്ങൾക്ക് കഴിയുമെന്ന ഇസ്രായേലിന്റെ സന്ദേശമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇസ്രായേൽ യുദ്ധം വിപുലീകരിക്കുന്നു എന്ന സന്ദേശവുമാകാം എന്നും പറയപ്പെടുന്നു. അതേസമയം ലെബനനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ ഈ ആഴ്ച യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലെബനനിലെ ഇലക്ട്രോണിക് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് UN വ്യക്തമാക്കി. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. എന്തായാലും അടുത്തത് എന്ത് സംഭവിക്കും എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇസ്രായേലിന്റെ ഉദ്ദേശങ്ങളും നിഗൂഢമായി തന്നെ തുടരുകയാണ്.